ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പൂന്തോട്ടത്തിന് വളരെ മനോഹാരിത നൽകുന്ന രണ്ട് പൂച്ചെടികളെ കുറിച്ചാണ്. പൂക്കളുടെ ഭംഗി കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ രണ്ട് ചെടികളായ അസാലിയ ചെടിയും കമേലിയ ചെടിയും ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ രണ്ട് പൂച്ചെടികളാണിവ. അതുകൊണ്ട് തന്നെ നമുക്ക് ടെറസ് ഗാർഡനിലും ബാൽക്കണിയിലൊക്കെ ഇവയെ വളർത്താനായിട്ട് സാധിക്കും. ടെറസ് ഗാർഡനിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഷെയ്ഡുള്ള ഭാഗത്ത് വളർത്താൻ പറ്റിയ രണ്ട് പൂച്ചെടികളാണ്. എന്നിരുന്നാലും നിങ്ങൾക്കറിയാം, നന്നായിട്ട് പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നന്നായിട്ട് വെളിച്ചം കിട്ടണം, ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കരുത്. മാത്രവുമല്ല, കൂടുതൽ അടിവളങ്ങളൊന്നും തന്നെ ആഡ് ചെയ്യാതെ വളർത്താനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ട 5 നിറങ്ങളിലുള്ള ചെറിയ കമേലിയ പ്ലാന്റ്സിൻ്റെ സൈസാണിത്. 5 പ്ലാന്റിന് വരുന്ന പ്രൈസ് 799 രൂപയാണ്. അല്പം മണ്ണ് ഒഴിവാക്കിയ ശേഷം ഈ കവറിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഇനി വലിയ സൈസ് കാണാം. ഈ സൈസിൽ ഒരു 2 അടി 1.5 അടി 2 അടിയോളൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ മൊട്ടും പൂക്കളുള്ള പ്ലാന്റ്സുകളല്ല കേട്ടോ, എല്ലാം തന്നെ ആ ഒരു ബഡ് സ്റ്റേജിൽ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. ഈ സൈസിലുള്ള 5 കമേലിയ പ്ലാന്റ്സിന് 999 രൂപയാണ് പ്രൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്, വലിയ പ്ലാന്റുകൾ തന്നെയാണ്. ചെറിയ സൈസ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൽ ഏത് സൈസാണ് വേണ്ടത്, 5 കമേലിയയുടെ വലിയ സൈസാണോ ചെറിയ സൈസാണോ എന്ന് മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് അസേലിയ കണ്ടു നോക്കാം. ഡബിൾ പെറ്റൽ അസേലിയയുടെ 2 സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നല്ല തിക്കായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അസേലിയ ചെടിക്കും കമേലിയ ചെടിക്കും ഒരേ രീതിയിലുള്ള ഒരു പരിചരണമാണ് ആവശ്യം. ഒരേ രീതിയിലുള്ള പോട്ടി മിക്സുമാണ് വേണ്ടത്. പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിനായിട്ട് നല്ല ഉണക്കമുള്ള കരിയില പൊടിച്ചതും മണ്ണും ചേർത്തൊരു പോട്ടി മിക്സാണ് ഈ ഒരു അസേലിയയ്ക്കും കമേലിയയ്ക്കും ഏറ്റവും ഉത്തമം. കൂടുതൽ അടിവളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, അതായത് ചാണകപ്പൊടിയുടെ പോലും ആവശ്യമില്ല. പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയി തുടങ്ങുമ്പോൾ കാൽസ്യം നൈട്രേറ്റ്, NPK പോലുള്ള ഫെർട്ടിലൈസറുകൾ സ്പ്രേയിങ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ 2 പ്ലാന്റ്സുകൾക്കും വളർച്ചയ്ക്കും അതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റ്. ചൂടുള്ള കാലാവസ്ഥയിൽ പിടിക്കാത്തൊരു പ്ലാന്റ്സ് ഒന്നുമല്ല അസേലിയയും കമേലിയയും. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് നമ്മൾ അവയെ മാറ്റി വെക്കണമെന്ന് മാത്രം. ഇപ്പോൾ വയനാട്, ഇടുക്കി, ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാലും ഇവ പൂക്കൾ ഉണ്ടാകും. കുറച്ച് കേരളത്തിൻ്റെ ബാക്കി ജില്ലകളിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണിവ. ഈ സൈസിലുള്ള വലിയ 5 കമേലിയ പ്ലാന്റ്സിന് 799 രൂപയാണ് പ്രൈസ് വരുന്നത്. അതും ഈ കവറോട് കൂടിയാണ് നമ്മൾ അയക്കുക. അല്പം മണ്ണ് ഒഴിവാക്കിയ ശേഷം ആ കവറിൽ തന്നെ വെച്ചിട്ടായിരിക്കും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിൽ പിടിച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഒഴിവാക്കാതെ വേണം റീപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇനി പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കവറിലേക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സ് കുറച്ച് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയ്ഡിൽ വെച്ച് നനവൊക്കെ കൊടുത്ത് അങ്ങനെ പരിചരിക്കാനും സാധിക്കുന്നതാണ്. ഡബിൾ പെറ്റൽ അസാലിയയുടെ വലിയ സൈസ് കണ്ടു. ഇതാണ് ചെറിയ സൈസ് വരുന്നത്. 5 ചെറിയ സൈസ് പ്ലാന്റ്സിന് വരുന്നത് 499 രൂപയാണ്. നിങ്ങൾ സൈസ് എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ട് കാണണം കേട്ടോ. കിട്ടിക്കഴിയുമ്പോൾ ഇത് ചെറിയ സൈസായി പോയി, അത് തീരെ ചെറുതായി പോയി എന്ന് പറയരുത്. അതുകൊണ്ടാണ് നമ്മൾ ആ കൊടുക്കുന്ന പ്ലാന്റ് ഏകദേശം മുഴുവനായിട്ടും തന്നെ എന്ന് പറയുന്നതാണ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അയക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് ഞാനിതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ബാക്കി നഴ്സറിയിലുള്ളതും കൂടെ ഞാൻ ചിലതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അസാലിയ പ്ലാന്റിൻ്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. സിംഗിൾ പെറ്റൽ നമ്മളടുത്ത് 3 കളേഴ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്ക്, ഒരു ഡബിൾ ഷെയ്ഡ് ലൈറ്റ് പിങ്ക്, പിന്നെ വൈറ്റ്. ഈ ഒരു 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് 350 രൂപയാണ്. അസാലിയയുടെ സിംഗിൾ പെറ്റൽ, ചിലതൊക്കെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് ഉണ്ട് ഡബിൾ പെറ്റലിലും സിംഗിൾ പെറ്റലിലും ഒക്കെ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നിങ്ങൾ പൂക്കളും മൊട്ടും ആയത് പ്രതീക്ഷിക്കരുത്. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേത് കോംബോ വാങ്ങിക്കുകയാണെങ്കിലും കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഫ്രീ ഷിപ്പിംഗ് മാത്രമല്ല, ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് പാർസലുകളൊക്കെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിലേത് കോംബോ ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം എന്നുള്ളത് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏതാണ് ആവശ്യമെന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.